സാറ് തന്നെ പറഞ്ഞ ഈ ചിത്രീകരണം നടക്കുമ്പോൾ ഇപ്പോൾ പല സിനിമകളാണ്, നമുക്ക് ഓരോ സിനിമയിലേക്ക് വരാമെങ്കിലും കഥാപാത്രങ്ങൾ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് നടന്മാരോ നടിമാരൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴും സാറ് കരയാതെ പിടിച്ചു നിൽക്കുമായിരുന്നു. കാരണം ഒരു ഡയറക്ടർ അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് നിയന്ത്രണമാണല്ലോ, പക്ഷേ കൂടെ നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇമോഷണലോടുകൂടി അതിൽ മുഴുകി പോകുമ്പോഴും ഡയറക്ടർക്ക് അങ്ങനെ വേണം. എങ്കിലും അതിന് ഇപ്പോൾ പോലും ഇപ്പോൾ കിരീടം തന്നെ പറഞ്ഞതല്ലോ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ കിരീടം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റില്ല, പക്ഷേ കാണാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാതിരിക്കാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് എന്താണ്, എങ്ങനെയാണ് മോഹൻലാലിനെ അങ്ങനെ രൂപപ്പെടുത്തിയത്, അതിലെ ഓരോ കഥാപാത്രം തിലകനടക്കമുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ രൂപപ്പെടുത്തി. അപ്പോൾ ആ നിമിഷങ്ങളൊക്കെ സാർ അനുഭവിച്ചൊരു എന്തായാലും ഒരു പെയിൻ ഉണ്ടാവില്ല, ഒരു ഡയറക്ടർക്ക് എഴുതിയ ആൾക്കൊക്കെ ഒരു പെയിൻ ഉണ്ടാവും, നടനും ഒക്കെ ഉണ്ടാവും. ആ പെയിൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? സാറ് മാറി നിൽക്കുകയാണെങ്കിൽ പോലും അത് ഉള്ളിലിങ്ങനെ സ്പർശിക്കില്ല. ഇത് എവിടെ നിന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം? നമ്മൾ എത്ര ജെന്യുവനായിട്ടൊരു വികാരം നമ്മൾ പറഞ്ഞാലും അടുത്ത നിമിഷം അത് നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ അഭിനയിച്ചതോ കൊള്ളാമോ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു നന്മ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇപ്പം നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ ചില വൈകാരികമായ അനുഭവം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും, നമ്മൾ പറയും. പക്ഷേ അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ ഓഡിയോ കേൾക്കുമ്പോൾ അത് ആ സ്റ്റോറിക്ക് പറ്റുന്ന നിലയിൽ നമ്മുടെ ഓഡിയോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ അവിടെ എവിടെയോ നമ്മുടെ ഒരു പ്രശ്നം വന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു സാറിനുണ്ടോ ആ ഇമോഷൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് ആളുകളിലേക്ക് എത്തണം എന്ന് തോന്നുമ്പോൾ രണ്ട് നമ്മളൊരു ലെയർ വ്യത്യാസമുണ്ടോ? അതോ പൂർണ്ണമായിട്ട് അതിലേക്ക് മുഴുകോ, അതോ ആളുകളിലേക്ക് ഇത് കൂടുതലായി എത്തണം എന്നുള്ള ചിന്തയിൽ തന്നെ ഉറച്ചു നിൽക്കും? ഇത് നമ്മൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്, ഇത് എഴുതുമ്പോൾ തൊട്ട് നമ്മൾ അത് ആ ഇമോഷൻസിനൊക്കെ അതിലൂടെയൊക്കെ നമ്മളും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചത് വായിക്കുകയും അത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ചിത്രീകരണ ഘട്ടത്തിലേക്ക് എത്തുന്നത്. ചിത്രീകരണ ഘട്ടത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിനോട് ഡിറ്റാച്ച് ആയി നിന്നുകൊണ്ട് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. കാരണം നമ്മൾ ഇമോഷണലി ക്യാരിഡ് അവേ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരുപക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻസായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ വൈകാരികമായ ഒരു തലത്തിൽ നിൽക്കാതെ ഞാൻ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അതിനെ അപ്രോച്ച് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. ഈ ചോദ്യം നിരന്തരമായിട്ട് കേൾക്കുന്നൊരു ചോദ്യമാണ്. നമ്മൾ വൈകാരികമായിട്ട് നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ പെട്ടുപോകാറുണ്ടോ എന്നുള്ള ചോദ്യം സാധാരണ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് എത്താറുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെ കൈവിട്ടു പോയ, അല്ലെങ്കിൽ നമ്മളും ആ വൈകാരികമായി ചിലപ്പോൾ നമ്മളും ആ ഒരു സാഹചര്യത്തിലേക്ക് പെട്ടുപോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, വളരെ അപൂർവമായി. പ്രത്യേകിച്ചും അത് സംഭവിക്കുന്നത് ഒരു ആക്ടറുടെ പെർഫോമൻസിൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ആക്ടർ പെർഫോം ചെയ്തെന്ന് കാണുമ്പോഴായിരിക്കാം. ഒരുപക്ഷെ ആ വൈകാരികമായ സിറ്റുവേഷനും അപ്പുറത്തേക്ക്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ഒരു ആക്ടർ ഡെലിവറി ചെയ്യുന്നത് കാണുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തോളം ഇമോഷണലായിട്ടുള്ളൊരു ട്രാൻസിഷൻ അവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ഞാൻ പലപ്പോഴും ഇമോഷണലി ആ ഒരു സാഹചര്യത്തിൽ പെട്ടിട്ട് ഒരുപക്ഷെ ആ ഷോട്ട് എവിടെ കട്ട് ചെയ്യണമെന്നറിയാതെ നിന്നുപോയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഉദാഹരണം, ഭരതം എന്ന ഈ സിനിമയിൽ ഈ രാമനാഥൻ എന്ന് പറയുന്ന ജ്യേഷ്ഠ കഥാപാത്രം മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി, ഒരു അൺഐഡൻറ്റിഫൈഡ് ബോഡി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയെന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്ന ഒരു രംഗമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് ഷൂട്ട് ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവിടെ പോലീസ് ഓഫീസർ വന്നിട്ട് ഇയാളുടെ മരിച്ച ആളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സൊക്കെ എടുക്കാനായിട്ട് പോകുന്നൊരു ഘട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ പോലീസുകാരൻ പോയി കഴിഞ്ഞ ശേഷമുള്ള അയാൾ പോയി തിരിച്ചു വരുന്നൊരു സമയമുണ്ട്. ആ സമയം മോഹൻലാലിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ലാലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഈ പോലീസുകാരൻ പോയിട്ട് എടുത്തുകൊണ്ട് വരുന്ന ആ ഘട്ടം, ആ സമയങ്ങളിൽ ഇയാളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് അത് ജ്യേഷ്ഠൻ്റെതായിരിക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്, ആയിരിക്കുമോ എന്നുള്ളൊരു ഭയമാണ്. ഈ രണ്ട് സമ്മിശ്രമായ ഒരു വൈകാരിക അവസ്ഥയിലൂടെയാണ് ഇയാൾ കടന്നു പോകുന്നതെന്ന് മാത്രമാണ് ഞാൻ ലാലിന് കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ. പക്ഷെ അത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു എതിരിൽ ഒരാളുമില്ലാതെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ ഇരുന്നു കൊണ്ട് ഒരു റിയാക്ട് ചെയ്യാൻ ഒരാൾ എതിർപക്ഷത്തില്ലാതെ നിന്നുകൊണ്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്.
അത് പലപ്പോഴും വളരെ അനായാസമായിട്ട് ലാലിനെ പോലെയുള്ള ആക്ടേഴ്സ് മമ്മൂട്ടിയിൽ അവരൊക്കെ ചെയ്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് തൊട്ടടുത്ത് നിന്ന്. പക്ഷേ ഈ ഒരു ഷോട്ടിൽ ലാലത് എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനും എത്രയോ ഉയരങ്ങളിലേക്ക് അദ്ദേഹം പോയി അത് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെയാണോ കട്ട് ചെയ്യേണ്ടത്, ഇയാൾ ആ ഒരു പെർഫോമൻസ് അയാൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു, അയാളുടെ ഇമോഷൻ കംപ്ലീറ്റഡ് ആയോ എന്ന് പറയുന്നൊരു കൺഫ്യൂഷനിൽ എനിക്ക് കട്ട് ചെയ്യണോ വേണ്ടയോ, ഞാനും ഇമോഷണലി എൻ്റെ കണ്ണിൽ നിന്ന് അറിഞ്ഞ് ഞാൻ എന്നെ തന്നെ മറന്നിരുന്നു പോയ ഒരു സന്ദർഭമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അഭിനേതാക്കളുടെ പെർഫോമൻസ് കൊണ്ട് ഞാൻ സ്തംഭിച്ചിരുന്നു പോയ അനവധിയായ അവസരങ്ങളുണ്ട്.